ദോഹയിൽ നിന്ന് 50 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ദഹീറയിലെത്താം. ഇവിടത്തെ ഇടതൂർന്ന കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഹരിതവനത്തിലൂടെ ചെന്നെത്തുന്നത് പർപ്പിൾ ഐലൻഡ് എന്നറിയപ്പെടുന്ന ജസീറത്തുൽ ഗനമിലാണ്. വാരാന്ത്യ അവധി ദിനങ്ങളിലും മറ്റു ആഘോഷവേളകളിലും ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. പെരുന്നാൾ അവധി ആഘോഷിക്കാനും നിരവധി പേർ പർപ്പിൾ ദ്വീപിലെത്തി. അതിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അധികൃതർ അറിയുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള വരവ് നമുക്ക് തടസ്സപ്പെടും. ഇവിടെ ഫെൻസ് ചെയ്യും. സാധാരണ ഈ ഖത്തറിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വേലി കെട്ടി തടയുകയാണ് ചെയ്യാറ്. അത് ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള ഈ വരവിനെ അത് ബാധിക്കും. തന്നെയുമല്ല, കനത്ത പിഴയും നമ്മൾ അടക്കേണ്ടി വരും. മരുഭൂമിയിലെ പച്ചപ്പ് തേടിയെത്തുന്ന ഈ സഞ്ചാരികൾ പക്ഷേ പർപ്പിൾ ദ്വീപിന് ശല്യക്കാരായി തീരുന്നുണ്ടെന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇവിടുത്തെ സ്ഥിര സന്ദർശകരായ പാശ്ചാത്യ സഞ്ചാരികൾ ഈ ഹരിതവനത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചാണ് തിരിച്ചു പോകുന്നത്. കണ്ടൽ വനങ്ങൾ തിങ്ങി നിൽക്കുന്ന ദഹീറയിലെ പർപ്പിൾ ഐലൻഡിനെ ഖത്തർ ഗവൺമെന്റ് ഏറെ പ്രാധാന്യപൂർവ്വമാണ് സംരക്ഷിച്ചു പോരുന്നത്. എന്നാൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചാരികളുടെ വരവ് ഈ കന്യാവനത്തിന് ചെറുതല്ലാത്ത കേടുപാടുകളാണ് വരുത്തിയിരിക്കുന്നത്. ദഹീറയിലെ പർപ്പിൾ ഐലൻഡിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1.